ഞാൻ UK വന്നിട്ട് ഇപ്പം നവംബർ ആകുമ്പോൾ 4 വർഷമാകും. നീണ്ട 4 വർഷം. ഈ 4 വർഷത്തിൽ എനിക്കൊരിക്കലും UK-ലാന്നുള്ളൊരു ജാടയോ പത്രാസോ ഒന്നും തോന്നിയിട്ടില്ല. ഉണ്ടായിരുന്ന ജാടയും പത്രാസും ഒക്കെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയ സമയത്ത് ഞാൻ എന്തോ മറിച്ചിട്ടാണ് വരുന്നതെന്നുള്ള മാതിരി. പക്ഷെ ഒരു തേങ്ങ അറിയത്തില്ലെന്ന് വന്ന ആഴ്ച തന്നെ എനിക്ക് മനസ്സിലായി മക്കളെ. ഞാൻ വന്ന പിറ്റേ ദിവസം വേറൊരു പുള്ളിക്കാരി അന്ന് വന്ന എല്ലാവരെയും കൂടെ കൂട്ടി ഇൻഡക്ഷന് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലൊക്കെ ഇന്ന് കാണിച്ചു തരാൻ കൊണ്ടുപോവാണ്. അപ്പം ഈ പുള്ളിക്കാരി ലിഫ്റ്റേ വെച്ച് ഞങ്ങളോടെല്ലാവരോട് പല നാട്ടുകാരുണ്ട് കേട്ടോ. അപ്പം ഈ പുള്ളിക്കാരിയാണെങ്കിൽ ഈ പുള്ളിക്കാരിയാണെങ്കിൽ ചോദിച്ചു, എന്താ ഹൗ ഡു യു ഫൈൻഡ് ദിസ് ഹോസ്പിറ്റൽ എന്ന്. ഞാൻ പറഞ്ഞു, വെൽ മൈ സിസ്റ്റർ ഈസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ഫോർ പാസ്റ്റ് 3 years. So it was very easy for me to find this hospital because I already know about this hospital. എന്നൊക്കെ ഒരു ഫേക്ക് ചിരിയൊക്കെ ചിരിച്ച് വലിയ ജാടയിൽ ഞാൻ ഇങ്ങനെ കൂടെ ഉള്ളവരെ നോക്കിയപ്പം ലിഫ്റ്റിലുള്ള അവരെല്ലാം എന്നെ നോക്കി ഇങ്ങനൊരു എക്സ്പ്രഷനായി. അപ്പം തന്ന വേറൊരു രാജ്യക്കാരിയായിട്ട് പിന്നെ പറഞ്ഞു, ഗുഡ്, ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഇവളുമാരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ. അടുത്ത് നിൽക്കുന്നവളും പറഞ്ഞു, ഇറ്റ്സ് ഗുഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ സ്കൂളിൽ പഠിച്ച ഹൗ ഡു യു ഫൈൻഡ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള അർത്ഥമല്ലാതെ അതിന് വേറെ അർത്ഥമുണ്ടെന്ന്. ഹൗ ഡു യു ഫൈൻഡ് ദിസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ എങ്ങനെ നോക്കി കാണുന്നു എന്നൊരർത്ഥം കൂടെ അതിനുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, ആ നവംബർ കാലത്ത് ഞാൻ ആ തണുപ്പത്ത് വേർത്തൊലിച്ചില്ല. എപ്പോഴും മറന്നിട്ടില്ല. 40 കൊല്ലം കഴിഞ്ഞാലും ഞാൻ ആ നാണക്കേട് മറക്കത്തില്ല. ഞാൻ വേർത്തൊലിച്ച് ഞാൻ സത്യമായിട്ട് ഓർത്തു, ആ ലിഫ്റ്റിൻ്റെ വള്ളി പൊട്ടി താഴെ വീണ ചത്തുപോയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. എൻ്റെ ദേഹത്തൊരു വല്ലാത്തൊരു ചൂടൊക്കെ അനുഭവപ്പെട്ടു. തല കറങ്ങി വീണിരുന്നെങ്കിൽ കൊതിച്ചു, പക്ഷെ കറങ്ങിയില്ല. എന്താണേലും അന്നത്തോടെ എൻ്റെ എല്ലാ ഇളക്കവും തുടർന്നു. അതായിരുന്നു എനിക്ക് ഇളതാന്ന് തോന്നിയിട്ടില്ല. നമ്മൾ ഇളതരുന്നു മക്കളെ, ഇളതരുന്നു. നമ്മൾ ഒന്നും കണ്ട് ഇളതരുന്നു. നമ്മൾ ഡെയിലി ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ സെൻറ്റൻസിന് വേറെ ഏതൊക്കെ അർത്ഥം ദൈവത്തിനറിയാം.